തൃശൂർ പടിയൂരിൽ നടന്ന ഇരട്ട കൊലപാതകത്തെക്കുറിച്ച് നമുക്ക് നന്നായി അറിയാം. രേഖ എന്ന യുവതിയും അമ്മ മണിയുമാണ് കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ആഴ്ചയായിരുന്നു ആ കൊലപാതകം നടന്നത്, ജൂൺ ആദ്യത്തെ ആഴ്ച. അത് സംഭവം നടന്നതിൻ്റെ പശ്ചാത്തലമൊന്നും ഞാൻ ഇപ്പോൾ വിവരിക്കുന്നില്ല, ആദ്യം തുടങ്ങുന്നില്ല. ഈ സംഭവം പറയാം. ഈ പടിയൂർ ഇരട്ട കൊലക്കേസിലെ പ്രതി എന്ന് സംശയിക്കുന്ന പ്രേംകുമാർ കേദാർനാഥിലെ വിശ്രമ കേന്ദ്രത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കാര്യവും നമുക്കറിയാം. ഏറ്റവും ഒടുവിൽ വരുന്നത് ഈ പ്രതിയുടെ മൃതദേഹം അല്ലെങ്കിൽ പ്രേംകുമാറിന്റെ മൃതദേഹം ഏറ്റെടുക്കാൻ അയാളുടെ വീട്ടുകാർ തയ്യാറല്ല എന്നുള്ളതാണ്. വീട്ടുകാർ പോലീസിനെ അറിയിച്ചു. വീട്ടുകാരോട് പറഞ്ഞു, നിങ്ങളുടെ മകനാണോ മരിച്ചത് എന്ന് പറഞ്ഞ് ഫോട്ടോയൊക്കെ കാണിച്ചു. അവർ പറഞ്ഞു, അതെ ഞങ്ങളുടെ മകനൊക്കെ തന്നെ, പക്ഷേ ഈ മൃതശരീരം ഞങ്ങൾ ഏറ്റെടുക്കില്ല, ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരികയും വേണ്ട എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. കാരണം അത്രമാത്രം ക്രൂരതകളാണ് ഈ പ്രേംകുമാർ ചെയ്തു വച്ചിട്ടുള്ളത്. അതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. 2019 ആ കോവിഡൊക്കെ വരുന്നതിന് തൊട്ട് മുന്നെയൊക്കെയാണ്. വിദ്യ എന്നായിരുന്നു ഇയാളുടെ ആദ്യത്തെ ഭാര്യയുടെ പേര്, എറണാകുളം സ്വദേശി. ആ വിദ്യയെ ഇയാൾ കൊലപ്പെടുത്തി. എന്താണ്, ഇയാൾ തിരുവനന്തപുരത്ത് പഠിച്ചിരുന്നപ്പോൾ ഇയാൾക്കൊപ്പം സുനിത എന്ന പേരുള്ള ഒരു പെൺകുട്ടിയും പഠിച്ചിരുന്നു. അവർ ഹൈദരാബാദിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. ഇടയ്ക്ക് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് വന്നപ്പോൾ ഇവർ തമ്മിൽ കണ്ടുമുട്ടി. എന്നിട്ട് എന്താണ്, പഴയ ഇഷ്ടമൊക്കെ പൊടിതട്ടിയെടുത്തു. പിന്നെ പ്രേമം മൊട്ടിട്ടു. കൊള്ളാം, ഗംഭീരമായിരിക്കുന്നു. അങ്ങനെ പ്രേമം മുട്ടിട്ടപ്പോൾ പ്രേമകുമാരന് ഒരു ആഗ്രഹം, സുനിതയ്ക്കൊപ്പം താമസിക്കണം. അങ്ങനെ ഇയാൾ പോയി തിരുവനന്തപുരത്ത് പേയാട് ഒരു വില്ലയൊക്കെ എടുത്തു. അവിടെ പോയി സുനിതയും ഒത്ത് താമസിച്ചു. ഈ വിദ്യയാണെങ്കിൽ, വിദ്യയുടെ ആദ്യത്തെ ഭർത്താവിൽ ഒരു മകളുണ്ട്. ആ കുട്ടി ഗോവയിൽ പഠിക്കുകയായിരുന്നു. ആ ഗോവയിൽ പഠിക്കുന്ന കുട്ടിയെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ പോകും. അതുകൊണ്ട് വീട്ടിൽ അങ്ങനെ ഉണ്ടാകാറില്ല. ഉദയംപേരൂരാണ് വീട്. അങ്ങനെ ഈ വിദ്യയെ പേയാടേക്ക് വിളിച്ചു വരുത്തി സുനിതയുടെ സാന്നിധ്യത്തിൽ പ്രേംകുമാർ കൊലപ്പെടുത്തി. അതിനുശേഷം തിരുച്ചിറപ്പള്ളിയിൽ തമിഴ്നാട് കൊണ്ട് ബോഡി കാട്ടിൽ ഉപേക്ഷിക്കുന്നു. പിന്നീട് ബോഡിയൊക്കെ കണ്ടെടുത്തു. അവസാനം ഇയാൾ കുറ്റം സമ്മതിച്ചു. ഇയാളെ കോടതി ശിക്ഷിച്ചു, ജയിലിൽ അടച്ചു. ആ ജയിലിൽ അടച്ച പ്രതി ജാമ്യത്തിലിറങ്ങിയിട്ടാണ് ഈ ക്രൂരത ചെയ്യുന്നത്. 6 മാസം മുമ്പാണ് ഇയാൾ ജയിലിൽ നിന്ന് ഇറങ്ങി. വേറൊരു ഹോട്ടൽ മാനേജ്മെൻ്റൊക്കെ അറിയാം. ഹോട്ടലിൽ മാനേജറായി ജോലി ചെയ്യുകയായിരുന്നു. ഈ രേഖയാണെങ്കിൽ അധ്യാപിക ആകാൻ യോഗ്യതയുള്ള സ്ത്രീയും, അധ്യാപികയെ പല സ്ഥലത്ത് ജോലി ചെയ്തിട്ടുണ്ട്. പിന്നെ PSC ടെസ്റ്റൊക്കെ എഴുതി അധ്യാപിക ആകണമെന്ന് പറഞ്ഞിരുന്ന യുവതിയാണ് രേഖ. രേഖയുടെ സഹോദരി സിന്ധു ഒരു സ്കൂളിലെ ജീവനക്കാരിയാണ്. അങ്ങനെ രേഖയെ ഇയാൾ പ്രലോഭനത്തിൽ വീഴ്ത്തി ഇയാളുടെ ഹോട്ടലിൽ ജീവനക്കാരിയാക്കുന്നു. അത് രേഖയ്ക്ക് അപ്പോൾ തന്നെ ഇഷ്ടക്കേടുണ്ട്. കാരണം അധ്യാപികയാകാനിരുന്ന ആൾ ഹോട്ടലിൽ പോയി പണിയെടുക്കുന്നത് ശരിയല്ലല്ലോ. അത് ഇഷ്ടമല്ല, അത് ഇഷ്ടക്കേട് ഉണ്ടായിരുന്നു. അങ്ങനെ ഇവർ തമ്മിൽ വിവാഹം കഴിച്ചു. ഈ ജോലി ഇവരുടെ ഇഷ്ടജോലിക്ക് പോകാൻ കഴിയാതെയായി. പിന്നെ ഇയാൾ ഒരു സംശയരോഗിയാണെന്ന് തിരിച്ചറിയുന്നു. ആളുകളോട്, പരിചയക്കാരോട് സംസാരിക്കാൻ പറ്റുന്നില്ല. ഇയാളൊരു സംശയരോഗിയാണ്. ഇയാൾക്ക് എന്നിൽ വിശ്വാസമില്ല. പിന്നെ എന്താണ്, ചീത്തവിളി, ബഹളം, അടിപിടി, അക്രമം, ഇതൊക്കെ വന്നപ്പോൾ രേഖ കൊണ്ടുപോയി പരാതി കൊടുത്തു പോലീസിൽ, വനിതാ സെല്ലിൽ പരാതി കൊടുത്തു. അങ്ങനെ കഴിഞ്ഞ തിങ്കളാഴ്ച ഇവരെ വിളിച്ച് സംസാരിച്ചു. എന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്ന് താക്കീത് ചെയ്തു. പക്ഷേ ഇവൻ എന്ത് ചെയ്തു, മനസ്സിൽ ആ ക്രൂരത ഉറങ്ങിക്കിടക്കുന്നത് കൊണ്ട് ഇവൻ കഴിഞ്ഞ ചൊവ്വാഴ്ച ഈ യുവതിയെ കൊലപ്പെടുത്തി യുവതിയുടെ അമ്മയെയും കൊലപ്പെടുത്തിയ ശേഷം ഇവൻ ചെയ്തത്, ഈ രേഖയും രേഖയുടെ സുഹൃത്തുക്കളുമായുള്ള ഫോട്ടോഗ്രാഫ്സ് അവരുടെ കുപ്പായത്തിൽ ഒട്ടിച്ചു വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ സ്ത്രീക്ക് അവിഹിത ബന്ധങ്ങളുണ്ടെന്ന് പറഞ്ഞ് വളരെ മോശപ്പെട്ട ഒരു കുറിപ്പും അവിടെ എഴുതി വെച്ചു. എന്നിട്ടാണ് അവിടെ നിന്ന് മുങ്ങിയ ഉടനെ തന്നെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. ഇയാൾ അവിടെ നിന്ന് സ്ഥലത്തുനിന്ന് പോയി. പോലീസുകാർ 4 പാടും വലവിരിച്ചു. ഇവൻ കേരളം വിട്ടുപോകാതിരിക്കാൻ വേണ്ടി ലുക്കൌട്ട് നോട്ടീസ് കൊടുത്തു. രാജ്യം പോകാതിരിക്കാൻ വേണ്ടി വിമാനത്താവളങ്ങളിലും അറിയിപ്പ് കൊടുത്തിരുന്നു. ഇവനതുകൊണ്ട് രാജ്യം വിട്ടുപോകാൻ പറ്റില്ല. പക്ഷേ ഇവൻ ഉത്തരേന്ത്യയിലേക്ക് കടന്നു. അപ്പോൾ പോലീസ് ഇവനെ പിടിക്കണം എന്ന് പറഞ്ഞ് എല്ലാ സ്റ്റേഷനിലും കൊടുത്തിട്ടുണ്ടല്ലോ പരാതി. പോലീസ് ഇവനെ ഇങ്ങനെ ട്രാക്ക് ചെയ്തപ്പോൾ ഉത്തരേന്ത്യയിലുണ്ടെന്ന് മനസ്സിലായി. കേരള പോലീസ് അങ്ങനെ ഡൽഹി വരെ എത്തി. ഇവനെ കണ്ടെത്താൻ വേണ്ടി ഡൽഹി വരെ എത്തി. ഇവൻ പോകാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളും പോലീസ് പരിശോധിക്കുകയാണ്. അങ്ങനെ ഡൽഹിയിലെത്തിയപ്പോഴാണ് ഉത്തരാഖണ്ഡ് പോലീസ് അറിയിക്കുന്നത്, ഇങ്ങനെ ഒരു മൃതദേഹം കേദാർനാഥിലെ വിശ്രമ കേന്ദ്രത്തിൽ കണ്ടു. അയാളുടെ ഐഡന്റിറ്റി പരിശോധിച്ചപ്പോൾ അയാളുടെ വേറെ ബോട്ട്സൊക്കെ കേരളത്തിലുള്ളതാണ്. കേരള പോലീസുമായി അതുകൊണ്ടാണ് ബന്ധപ്പെടുന്നത്. ഇതാണ് ആള് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ബന്ധുക്കളെ വിളിച്ച വിവരം കേദാർനാഥ് പോലീസ് തന്നെ പറഞ്ഞു. അതിനുശേഷം പോലീസ് പറഞ്ഞു, ഇയാളൊരു കേസിൽ മർഡർ കേസിലെ പ്രതിയാണ്, ഇയാളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ അവിടെ വരാം, കേദാർനാഥിലെത്താം എന്ന് പറഞ്ഞ് ഡൽഹിയിൽ നിന്ന് പോലീസ് സംഘം ഉത്തരാഖണ്ഡിലേക്ക് തിരിച്ചിട്ടുണ്ട്. പക്ഷേ കേദാർനാഥിലെത്താൻ പറ്റിയിട്ടില്ല. പ്രതികൂല കാലാവസ്ഥ കാരണം പോകാൻ കഴിയാതെ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ പോലീസ് ഈ ബന്ധുക്കളോട് പറഞ്ഞു, മൃതദേഹം ഞങ്ങൾ ഏറ്റെടുത്ത് ഇവിടെ കൊണ്ടുവരാം. അതിനു മുന്നേ തന്നെ അവിടെ പോസ്റ്റ്മോർട്ടം ഒക്കെ നടന്നു. അതിൻ്റെ വിവരങ്ങളിൽ പറയുന്നത് ഇയാൾ ആത്മഹത്യ ചെയ്തു എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ബോഡി നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് ബന്ധുക്കളോട് പറഞ്ഞപ്പോൾ ബന്ധുക്കൾ പറഞ്ഞു, അമ്മാതിരി പരിപാടിക്കൊന്നും ഞങ്ങളെ കിട്ടില്ല, അതെന്തെങ്കിലും ചെയ്തോളൂ എന്ന് ബന്ധുക്കൾ പറഞ്ഞു. അങ്ങനെ പോലീസ് ഇപ്പോൾ തൃശങ്കുവിലാണ്. ഇവൻ്റെ മൃതദേഹം എന്ത് ചെയ്യുമെന്നുള്ളതാണ്. അതിനൊരു പക്ഷേങ്കിൽ പോലീസിൻ്റെ നേതൃത്വത്തിൽ തന്നെ സംസ്കാരം നടക്കും.
അത് ഒരു വഴിക്ക്. പക്ഷേ ഇയാൾ ചെയ്ത ക്രൂരത ഇനിയും മറ്റൊരു സംഭവം, ഇതിനകത്തൊരു ട്വിസ്റ്റ് ആകാൻ സാധ്യതയുള്ളത്, ഇയാളാണോ കൊന്നതെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല. ഈ 2 ഇരട്ട കൊലപാതകം നടത്തിയത് ഇയാളാണോ? സാഹചര്യ തെളിവുകൾ വെച്ച് വേണമെങ്കിൽ പറയാം പ്രേംകുമാറാണ് കൊന്നത് എന്ന് സ്ഥാപിക്കാം. പക്ഷേ ഇയാളാണോ കൊന്നത് എന്ന് ചോദിച്ചാൽ കൃത്യമായ എവിഡൻസ് കൊടുക്കാൻ നമുക്ക് കഴിയുകയുമില്ല. കാരണം പ്രേംകുമാർ അവിടെ സൂയിസൈഡ് ചെയ്തു. പ്രേംകുമാറിനെ കസ്റ്റഡിയിലെടുത്ത് വിചാരണയൊക്കെ ചെയ്ത് പോലീസിന്റെ തെളിവുകളൊക്കെ ശരിയെന്ന് കോടതി സമർത്ഥിച്ച് ഇവനെ പ്രതിയെ, കുറ്റം ചെയ്തവൻ എന്ന് കോടതി വിധിച്ചാൽ മാത്രമേ നമുക്ക് പ്രതി എന്ന് പറയാൻ പറ്റുകയുള്ളൂ. അതുവരെ ഇരട്ടക്കൊലക്കേസിൽ പ്രതിയെന്ന് സംശയിക്കുന്ന പ്രേംകുമാറിന്റെ മൃതദേഹം കണ്ടെത്തി. പക്ഷേ പ്രേംകുമാറിന്റെ മൃതദേഹം ഏറ്റെടുക്കാൻ ബന്ധുക്കൾ തയ്യാറല്ല. കേരള പോലീസ് കേദാർനാഥൻ എത്തുന്നുണ്ട്. ഏതായാലും ആ ഒരു വലിയ ക്രിമിനൽ, സൈക്കോ ക്രിമിനൽ അയാളാണ് ആത്മഹത്യ ചെയ്തത്. അത് ഇപ്പോൾ ഇനി ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ നടക്കില്ല, അയാളിൽ നിന്നുണ്ടാകില്ല എന്നൊരു ആശ്വാസം കേരള പോലീസിന് ഉണ്ട്.